നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി പുണർദം നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പൊതുവെ ഈ വർഷം ഏറെ അനുകൂലമാണ്. കർമ്മപരമായി നോക്കുകയാണെങ്കിൽ തൊഴിലിൽ അവർക്ക് ഒരു മികച്ച നേട്ടം കൈവരിക്കുവാൻ പറ്റുന്ന വർഷം ആണ്. ചിരകാലമായി ആഗ്രഹിച്ചിരുന്ന തൊഴിൽ നേടുവാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ നേട്ടം ഉണ്ടാവുന്നതാണ്. മേലധികാരികളുടെ പ്രീതിയും പ്രമോഷനും ഒക്കെ കരസ്ഥമാക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായി ഉയർച്ച നേടുവാൻ പറ്റുന്നതാണ്. തൊഴിലിൽ വരുമാന വർധനവും അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ്. പൊതുവെ പറഞ്ഞാൽ കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായ ഒരു വർഷമാണ് 1202 എന്ന് തന്നെ പറയാം. ധനപരമായി പറയുകയാണെങ്കിൽ ധനനേട്ടം ഉണ്ടാവുന്ന വർഷമാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട സ്ഥിതി കൈവരിക്കുവാൻ ഈ സമയത്ത് ഇവർക്ക് ധനപരമായി സാധിക്കുന്നതാണ്. എന്നാൽ ആഡംബര വസ്തുക്കൾക്ക് പാഴ്ചിലവ് ഒഴിവാക്കേണ്ടതുണ്ട്. നല്ല കാര്യത്തിന് പണം ചിലവഴിക്കുവാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്. പല രീതിയിലുള്ള വരുമാനം ഉണ്ടാകുവാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ്. പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയും അത് നടപ്പിൽ വരുത്തുവാനും പറ്റിയ സമയമാണ്. സംരംഭം നടത്തുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ കൂട്ടു ബിസിനസ്സിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ആലോചിച്ച ശേഷം മാത്രമേ ഓരോന്നും ചെയ്യുവാൻ പാടുള്ളൂ. വെട്ടിൽ വീഴാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. പങ്കാളിത്ത ബിസിനസ് നടത്തുമ്പോൾ പങ്കാളിയുമായി തർക്കമുണ്ടാകാതെയും അവരുടെ തട്ടിപ്പിന് ഇരയാകാതെയും ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ്. വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് റിപ്പയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂല സമയമാണ്. അവർക്ക് ഈ സമയത്ത് അവരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്ന വർഷമാണ്. വിദേശത്ത് പോയവർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അകന്നു പോയവരുമായി ഒത്തുചേരുവാനുള്ള സന്ദർഭം കൂടി ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ്. എന്നാൽ ഈ വർഷത്തിൻ്റെ ആദ്യ പാതിയിൽ അല്പം ശ്രദ്ധ കൂടുതൽ വേണം. ദമ്പതികൾ തമ്മിൽ ആശയവിനിമയം ഉണ്ടാകുമ്പോൾ തർക്കങ്ങളില്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾക്ക് ഇടയുള്ളത് കൊണ്ട് തന്നെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക്, ദീർഘകാലമായി വിവാഹം നടക്കാതെ പോയവർക്ക്, തടസ്സം നേരിട്ടവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. സന്താനങ്ങൾക്കും അനുകൂലമായ സമയമാണ്. ദീർഘകാലമായി സന്താനം ഇല്ലാതെ നടന്ന ദമ്പതിമാർക്ക് സന്താനം ഉണ്ടാകുവാൻ ഉള്ള യോഗം കൂടി കാണുന്നുണ്ട്. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. സ്നേഹബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുവാനും അകന്നു നിന്നവർ അടുത്തു വരുവാനും പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്പം ശ്രദ്ധ കൂടുതൽ വേണ്ട സമയമാണ്. അലസതയും ശ്രദ്ധക്കുറവും ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്നാൽ അവർക്ക് ഉപരിപഠനത്തിനോ പുതിയ അഡ്മിഷൻ ലഭിക്കുന്നതിനോ ഒന്നും പ്രതികൂലമായി കാണുന്നില്ല. വിചാരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ സമ്മിശ്രമായ ഒരു
കാലമാണ് ഇപ്പോൾ ഈ സമയത്ത് എന്ന് പറയാവുന്നതാണ്. ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ രോഗങ്ങൾ വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയില്ല. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്തു നിന്ന് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. വിദേശത്ത് പോയി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി തരമാകുവാനും ഈ സമയത്ത് ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ അനുകൂലമായ പല സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. സുഖവും സന്തോഷവും കുടുംബത്തിൽ ഉണ്ടാവുന്ന സമയം കൂടിയാണ്. ക്ഷേത്ര ദർശനം നടത്തുവാനും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയമാണെങ്കിലും മാനസിക സമ്മർദ്ദവും ടെൻഷനും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയും ഡിസംബറിന് ശേഷം അത്ര ഗുണകരമല്ല. ഏകാഗ്രതക്കുറവും മനസ്സ് ചഞ്ചലമാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് യോഗ, മെഡിറ്റേഷൻ എന്നിവയുമായി മുന്നോട്ട് പോയി ഏകാഗ്രത നേടിയെടുക്കുവാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിവക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനവും നടത്തുന്നത് ഗുണകരമായിരിക്കും. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക് എന്നിവ വഴിപാട് ചെയ്യുക. ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പാൽപ്പായസ വഴിപാട് ചെയ്യുക എന്നിവയൊക്കെ ഈ സമയത്ത് ചെയ്താൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതും ഗുണഫലങ്ങൾ അതിൻ്റെ പൂർണ്ണ രീതിയിൽ ലഭിക്കുന്നതുമായിരിക്കും.